അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 ജൂലൈ മാസം 4-ാം തീയതി, അതായത് 1447 മുഹറം മാസം 7-ാം തീയതി നടത്തിയ ജുമുഅ ഖുതുബയാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. ഇസ്ലാമിലെ മരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇമാം ലോകത്തിലുള്ള ആളുകൾക്ക് ഇത് സംബന്ധമായ വിവരണം നൽകുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറ അൽ അൻകബൂത്തിലെ, അതായത് 29-ാം അധ്യായത്തിൽ 58-ാം വചനത്തിൽ ഓരോ വ്യക്തിയും മരണത്തെ ആസ്വദിക്കുന്നതാണ്, പിന്നീട് നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഭൂമുഖത്ത് കഴിയുന്ന എല്ലാ മനുഷ്യരും തീർച്ചയായിട്ടും മരിക്കുമെന്നും അതിനുശേഷം ഒരു ജീവിതമുണ്ടെന്നും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നുവെന്നും ഖുർആൻ ലോകത്തോട് പറയുന്നു. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഓരോ മനുഷ്യനും മരണം ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇസ്ലാം നൽകുന്ന പാഠം, ഓരോ ആത്മാവും അവരവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരവാദിയാണ്. ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഒരാത്മാവും മറ്റൊന്നിൻ്റെ ഭാരം വഹിക്കുകയില്ല. സൂറ അൽ അൻആമിൽ 165-ാമത്തെ വചനത്തിൽ പറയുന്നു. ഈ അടിസ്ഥാനപരമായ ദൈവിക നീതി തത്വം അനേകമിടങ്ങളിൽ വിശുദ്ധ ഖുർആൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഓരോരുത്തരും വിധിക്കപ്പെടുന്നത് അവരവരുടെ പ്രവർത്തനങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും. ഒരാളിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ അല്ലെങ്കിൽ നന്മകൾ മറ്റൊരു ആത്മാവിന് നൽകപ്പെടുന്നതല്ല. വളരെ ഗൗരവമായിട്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്ലാമിലെ മരണം. മരണത്തെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു 24 മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ വളരെ വലിയ ചർച്ച നടക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിയണം. ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത കാര്യവും, ആയിഷ റളിയല്ലാഹു അൻഹ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത കാര്യവും ഓരോ വിശ്വാസിയും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇരുവർ പറഞ്ഞതും പരിപൂർണ സത്യം തന്നെ. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് അവർ അജ്ഞന്മാരുടെ
അതായത് അവിശ്വാസികളായ അറബികളുടെ ആചാരങ്ങളെ പിന്തുടരരുത്. ഒരാൾ മരണപ്പെട്ടാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർത്ത് നിലവിളി നടത്തുന്ന ആചാരം, അതായത് മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, എന്നിട്ട് ആർത്ത് കരയുക, ഇതൊക്കെ അറബി സമൂഹത്തിൽ ഇസ്ലാമിന് മുൻപ് വ്യാപകമായി നടപ്പിലുള്ള ആചാരമായിരുന്നു. ഇസ്ലാം കടന്നു വന്നതോടെ ഈ ആചാരങ്ങൾ പാടെ നിരോധിക്കപ്പെട്ടു. അപ്പോൾ ഇസ്ലാം ലോകത്ത് വന്നത് ശരിയായ വഴി മനുഷ്യന് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇടയിൽപ്പെട്ടുപോയ മനുഷ്യകുലത്തിന് ശരിയായ ദിശാബോധം നൽകി അവന് നേർവഴി കാട്ടിക്കൊടുക്കുന്നതിനായിട്ടാണ് ഇസ്ലാമിൻ്റെ ആഗമനം. ഇപ്പോൾ ഒരാൾ മരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ ലോകത്ത് ആര് സൃഷ്ടിച്ചു, എങ്ങനെ വന്നു, എത്ര കാലം ജീവിച്ചു, ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചു പോയത്, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നെഞ്ചത്തിട്ട് അടിക്കുകയോ ഉടുപ്പുകൾ വലിച്ചു കീറുകയോ ശരീരം കീറി മുറിക്കുകയോ അവരോടുള്ള സ്നേഹം കാണിക്കുന്നതിന് എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബുദ്ധിയുള്ളവർ അത് ചെയ്യും. ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയാണ്, മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ഈ നല്ല ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. എന്നിട്ടും മൃഗങ്ങളെ പോലെയോ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നാം കാണുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളത് ചെയ്യരുത്, നിങ്ങളതിൻ്റെ ശരിയായ വഴി കാണിച്ചു കൊടുക്കണം. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ തങ്ങളുടെ മുഖത്ത് അടിക്കുന്നത്, തങ്ങളുടെ ആഭരണങ്ങൾ വലിച്ചു പൊട്ടിക്കുന്നത്, ജാഹിലിയ കാലത്തേതുപോലെ അലമുറയിടുന്നത്, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ആരെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കൾ, മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കളും ഒക്കെ മരണപ്പെടാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ മുഖത്തടിക്കുക, തങ്ങളുടെ ആഭരണങ്ങൾ വലിച്ചു പൊട്ടിക്കുക, ജാഹിലിയ കാലത്തേതുപോലെ അലമുറ ഇടുന്നത്, അതവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു ആചാരം, ഒരു തെറ്റായ ഒരു ഇത് ചെയ്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ എത്ര അനാചാരങ്ങളാണ് ചെയ്യുന്നതും എത്ര അനാചാരങ്ങൾക്കാണ് കൂട്ടുനിൽക്കുന്നതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇവിടെ ഒരാചാരം നീ ഒന്ന് മാറ്റി ചെയ്താൽ അങ്ങനെയുള്ളവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പം നമ്മളൊക്കെ ഈ ആരിൽപ്പെട്ടവരാണ്, എങ്ങനെയുള്ളവരാണ് എന്ന് ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് തന്നെയാണ്. നാം ഈ ഹദീസിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആയുധം കൊണ്ട് കുത്തിയപ്പോൾ ശുഹൈബ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ കരയുന്നതായി കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? മരണപ്പെട്ടവൻ ശിക്ഷിക്കപ്പെടുമെന്ന്. അവൻ്റെ ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നതിനാൽ. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ബന്ധുക്കൾ ഈ രീതിയിലുള്ള തെറ്റായ പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് കബറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിയതാകാം. എന്നാൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ അവർ ഒരു ആക്ഷേപമായി കരുതിയില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിൽ നിന്നും നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അവർ അതിനോട് ചേർക്കുകയുണ്ടായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം അത് വ്യക്തമാക്കുകയുണ്ടായി. അതായത് സത്യവിശ്വാസികൾ ശിക്ഷിക്കപ്പെടുകയില്ല, സത്യവിശ്വാസികൾ ഖബറിലായി. അപ്പോൾ കരയിലുള്ള ആളുകൾ അവർ അലമുറയിട്ട് അടിക്കുകയും കരയുകയും ചെയ്തതിൻ്റെ പേരിൽ ആ സത്യവിശ്വാസി ശിക്ഷിക്കപ്പെടുമോ? അപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അതിനൊരു വിശദീകരണം നൽകിക്കൊണ്ട് അവർ പറയുന്നു, അതായത് സത്യവിശ്വാസികൾ ശിക്ഷിക്കപ്പെടുകയില്ല, മറിച്ച്
അവിശ്വാസികൾ ശിക്ഷിക്കപ്പെടും. അവിശ്വാസികൾ എന്ന നിലയിൽ അവരുടെ ശിക്ഷയ്ക്ക് വർധനവുണ്ടാകുന്നതാണ്. കാരണം അവരുടെ ബന്ധുക്കൾ അലമുറയിട്ട് കരഞ്ഞതിനാൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതുപോലെ നാം ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടതാണ്. ഒരാത്മാവും മറ്റൊരാളിൻ്റെ ഭാരം വഹിക്കുകയില്ല. ആ വിശുദ്ധ വചനം വെച്ചുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ യഥാർത്ഥമായ അർത്ഥവും ആശയവും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യരുതെന്നും ആ തെറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആധാറുകൾ, അതിൻ്റെ അടയാളങ്ങൾ അതിൽ അവർക്ക് നമ്മൾ ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും ഒരു സലാം പറയുകയാണെങ്കിൽ സലാം എത്തിക്കാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ നന്മയായ കാര്യങ്ങൾ ആണെങ്കിൽ അത് അവിടെ എത്തുമെങ്കിൽ എന്തുകൊണ്ട് ഈ തിന്മയായ കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ആയിപ്പോയി എങ്കിൽ അതിൻ്റെ ചില എഫക്റ്റുകൾ നിങ്ങൾക്ക് അവർ ജീവിച്ചിരുന്ന സമയത്ത് നന്മ ഉപദേശിക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാതിരുന്നതിൻ്റെ പരിണിത ഫലമായി അവർ അപ്രകാരമായെങ്കിൽ ഇതിൻ്റെ എല്ലാം വിധി പ്രസ്താവം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഹസരത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെയും ഹസരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും ആയി വന്ന ഈ രണ്ട് ഹദീസുകൾ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് എതിരായി കാണപ്പെടുന്നു. അള്ളാഹു തആല പറഞ്ഞു, ഒരാത്മാവും മറ്റൊരാളിൻ്റെ ഭാരം വഹിക്കുകയില്ല എന്ന്. ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അള്ളാഹുവും അവൻ്റെ ദൂതനും പറഞ്ഞതെല്ലാം പരിഗണിക്കേണ്ടതാണ് എന്നിരിക്കെ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയത് എന്തെന്നാൽ ഇസ്ലാമിന് മുൻപ് ആളുകൾ പെരുമാറിയതുപോലെ ആരെങ്കിലും പെരുമാറിയാൽ, അതായത് അവരുടെ മുഖത്തടിക്കുക, ആഭരണങ്ങൾ വലിച്ചെടുക്കുക, അമിതാവേശത്താൽ ദുഃഖപ്രകടനം നടത്തുക, ഇവ അജ്ഞന്മാരായ ആളുകളുടെ മോശപ്പെരുമാറ്റമാണ്. ഇസ്ലാമിക അറിവ് വരുന്നതിന് മുൻപുള്ള അവരുടെ മോശപ്പെരുമാറ്റം അവരെ പ്രകാശധാരയിലൂടെ നടത്താനാണ് ഇസ്ലാമിൻ്റെ കടന്നുവരവ്. ഈ മോശപ്രവൃത്തി തുടർന്നാൽ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗമല്ല, പൊതുവിൽ അവർ ഇസ്ലാമിൻ്റെ ഭാഗവുമല്ല. അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി തന്നെ നമ്മൾ നിലകൊള്ളേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ യഥാർത്ഥമായ ആ അധ്യാപനം തമസ്കരിക്കപ്പെടുമ്പോൾ അതിനെ വീണ്ടും പൂർവപ്രഭയോടുകൂടി ലോക ജനതയ്ക്ക് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവൻ്റെ കാരുണ്യത്താൽ അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ആ ഏർപ്പാടിൻ്റെ പ്രതിഫലനമാണ് ഈ ഖുതുബ. ഇസ്ലാമിലെ മരണം, അതിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനെ അനുഗ്രഹപ്രദമാക്കി മാറ്റേണ്ടത്, എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ വിഷമങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ട അറിവുകൾ തന്നെയാണ്. ആയതിനാൽ ഈ രണ്ട് ഹദീസിൽ നിന്നും അവർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊന്ന്, ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടത്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധങ്ങളല്ല. കാരണം ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമാക്കിയ കാര്യം ആ പ്രത്യേക രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടോ അതോ കേട്ടില്ലേ എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് മുൻപ് തന്നെ ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂത സ്ത്രീയുടെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ബന്ധുക്കൾ അലമുറയിട്ട് കരയുകയായിരുന്നു. ഈ സ്ത്രീ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കൾ ഈ അമിത ദുഃഖപ്രകടനം നടത്തുന്ന കാരണത്താൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി.
ആയതിനാൽ നാം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്ന നിലയിൽ ഈ രണ്ട് ഹദീസുകൾ നമ്മിലേക്ക് വരുമ്പോൾ, നമ്മുടെ അറിവിലേക്ക് വരുമ്പോൾ, നാം അവയെ അവഗണിക്കാൻ പാടില്ല. അഥവാ നാം പറയാൻ ശ്രമിക്കരുത്, ഈ ദുഃഖാചരണം സംബന്ധിച്ച് ഹദീസുകൾ നമുക്ക് ബാധകമല്ല. ആയതിനാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ നമുക്ക് അലമുറയിട്ട് കരയാം. ഇല്ല, ഇത് അശേഷം അങ്ങനെയല്ല, പിന്നെ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത് ആ ജൂതന്മാരുടെയും അവരുടെയൊക്കെ കാര്യമാണ് പറഞ്ഞത്, നമ്മളെപ്പറ്റിയല്ല. അതുകൊണ്ട് നമുക്ക് കരയാം, അലമുറയിട്ട് കരയാമെന്ന നിലയിൽ അല്ല ഇത് മനസ്സിലാക്കി. പിന്നെ എങ്ങനെ ചെയ്യാമെന്നാണ്. ഇത് വളരെ ഗൗരവാവഹമായ മുന്നറിയിപ്പാണ്. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ മുന്നറിയിപ്പ്. ആയതിനാൽ നാം ജൂതന്മാരും ക്രിസ്ത്യാനികളും വിഗ്രഹാരാധകരായ അറബികളും കാണിക്കുന്ന അമിതമായ ദുഃഖപ്രകടനം അവരുടെ ഇഷ്ടജനങ്ങളുടെ മേലോ മറ്റാളുകളിലോ നടത്തുന്നത് പോലെ നിങ്ങൾ നടത്താൻ പാടില്ല. ഈ പ്രവാചക വചനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് കേട്ട വാക്കുകളാണ്. അതുപോലെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും റിപ്പോർട്ട് ചെയ്തത് അവർ നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടത് തന്നെയാണ്. ഈ ഹദീസുകൾ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വരുമ്പോൾ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം, നിങ്ങൾ ഇസ്ലാമിന് മുൻപുള്ള അജ്ഞന്മാരായ ആളുകളുടെ ചര്യകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. അതെ, ഒരു രംഗം സൃഷ്ടിക്കാതെ, ഒരൽപ്പം കരയുക, ശബ്ദമുണ്ടാക്കാതെ അഥവാ നിലവിളിക്കാതെ കണ്ണുനീർ വരുന്നത് അനുവദനീയമാണ്. കാരണം നമ്മുടെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. അത് എപ്രകാരമെന്ന് വെച്ചാൽ, ഒരു രംഗമുണ്ടാക്കാതെ തൻ്റെ പ്രിയമകൻ ഇബ്രാഹിം അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം വിതുമ്പുകയുണ്ടായി. ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും നിശബ്ദമായി കരയുകയാണോ? അദ്ദേഹം പ്രതിവചിച്ചു, ഈ കണ്ണുനീർ സങ്കടത്തിൻ്റെയും കരുണയുടെയും അടയാളമാണ്, അനുതാപത്തിൻ്റെ കണ്ണുനീർ. ആ സന്ദർഭത്തിൽ പറഞ്ഞത് ശരിയാണ്. കണ്ണുകൾ ചൊരിയുന്ന കണ്ണുനീർ ഹൃദയം ദുഃഖിതമായതിൻ്റേതാണ്. നമ്മുടെ രക്ഷിതാവ് ഇഷ്ടപ്പെടുന്നത് എന്താണോ അതാണ് നാം പറയേണ്ടത്. അല്ലയോ ഇബ്രാഹിം, നിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ കൂടെയുള്ളവർ നമ്മെ വിട്ടുപിരിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മെ വേദന ഉളവാക്കുന്നതാണ്. ആ വേദന ശബ്ദരൂപത്തിൽ ആർത്തട്ടസിക്കുന്നതിലല്ല, അത് ഹൃദയം വിങ്ങിപ്പൊട്ടുകയും അപ്പോൾ കണ്ണുനീർ അതിൻ്റെ പ്രകടനമെന്ന നിലയിൽ അത് ചൊരിയുകയും തൂവുകയും ചെയ്യും. അതാണ് യഥാർത്ഥമായ ദുആയും അവർക്ക് വേണ്ടിയുള്ള ഓർമ്മക്കുറിപ്പുകളും എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിലും മരണം കടന്നു വരുന്നതാണ്. ആ സന്ദർഭത്തിൽ ഈ അധ്യാപനങ്ങൾ ജീവിച്ചിരിക്കുന്നവർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മരണാനന്തര ജീവിതം സന്തോഷകരമായി തീരുന്നതിനു വേണ്ടി ദുആ ചെയ്യുവാനും നമുക്ക് കഴിയുകയുള്ളൂ. ആ വഴിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തുറന്നു വയ്ക്കുന്നത്. ഈ പ്രഭാഷണം ദൈർഘ്യമേറിയതാണ്. ഇന്ന് ഇതിവിടെ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.